ആരോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വീട് കിടക്കുന്ന കണ്ടാൽ അറിയാം അവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്നും അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും നിരന്നു കിടക്കുന്ന ഒരു വീട്ടിലായിരുന്നു പണ്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വളർന്ന എന്റെ വീടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എത്രയൊക്കെ ഞങ്ങൾ ഒതുക്കി വെക്കാൻ നോക്കിയാലും അത് പിന്നെയും നിരന്നു കിടക്കും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. കാഴ്ചയിൽ ചെറിയൊരു വാർക്ക വീടായിരുന്നെങ്കിലും അതിനകത്തും പുറത്തുമായിട്ട് ഞങ്ങളുടെ പൊട്ടിപ്പോയ പണ്ടത്തെ കളിപ്പാട്ടങ്ങളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരെ ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നുള്ള രീതിയിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് വീട്ടിനകത്ത് സാധനങ്ങൾ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നേ. കൊച്ചുകുട്ടിയായിരുന്നപ്പോ അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും വലിയ വലിയ ക്ലാസ്സുകളിലോട്ടൊക്കെ വന്ന സമയത്ത് എനിക്കത് വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. പല കൂട്ടുകാരുടെ വീടും അതുപോലെ ബന്ധുക്കളുടെ വീടും എന്റെ ഇൻസെക്യൂരിറ്റി കുറച്ചും കൂടെ കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ എന്റെ വീട്ടിലിട്ട് വിളിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവര് വന്ന് എന്റെ വീട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്നുള്ളതൊക്കെ എപ്പോഴും എന്റെ ഒരു കൺസേൺ ആയിരുന്നേ. ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിലോട്ട് വരുവാന്ന് വല്ലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ഒതുക്കിപ്പറക്കലുണ്ടേ. ദൈവമേ, ഇപ്പോഴും അത് ആലോചിക്കാൻ പോലും വയ്യ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, എന്റെ ഒരു സ്പേസ് എന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ വീട് മാക്സിമം എപ്പോഴും വൃത്തിയാക്കിയിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പണ്ട് എന്റെ വീട് എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ ഒരു രീതിയിൽ ഞാനിപ്പോ എന്റെ വീട് കൊണ്ടു നടക്കുന്നുണ്ട്. എന്റെ വീട് കാണുന്ന പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് വീട് ഇങ്ങനെ ഇത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നത്, ഇതിനെങ്ങനെയാണ് നിനക്ക് സമയം കിട്ടുന്നതെന്നൊക്കെ. അതിനൊരു ഒറ്റ ഉത്തരം ഞാൻ എപ്പോഴും പറയാറുള്ളൂ, നമ്മള് നമ്മുടെ വീടിനെ സ്നേഹിക്കണം. അപ്പൊ നമ്മുടെ വീടിനെ എന്തായാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കും. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, നമ്മൾ എങ്ങനെയാണോ വീടിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ വീട് നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നത്. ഏത് പോസിറ്റീവ് വൈബ്സേ. ഞാൻ ആ പോസിറ്റീവ് വൈബ്സിന്റെ ആളാണേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെയുള്ള കുറച്ചേറെ കാഴ്ചകളും അതുപോലെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ നമ്മളുടെ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളതും എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കാര്യവും ഒക്കെ കുറച്ച് ഡിസൈഡ് ചെയ്യും അല്ലെ. OCD ഒന്നുമല്ല, എന്നാലും വീട് കുറച്ചൊക്കെ വൃത്തിയായിട്ട് എപ്പോഴും കിടക്കണം എന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ മെന്റൽ ആൻഡ് സെൽഫ് സാറ്റിസ്ഫാക്ഷന്റെ പ്രശ്നമാണ്. അത് കാരണം കൊണ്ട് ഇതിൽ മാത്രം എനിക്ക് കോംപ്രമൈസ് ഇല്ല കേട്ടോ. എ നീറ്റ് ഹോം ആൻഡ് ഹാപ്പി മീ, അത്രേ ഉള്ളൂ.